Big Boss special episode കഴിഞ്ഞു. Aryan is a captain. So happy that he is a captain. Well deserved captain ആണ് Aryan. ആ ടാസ്ക് വെരി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, വെരി ഡിഫറെൻ്റ് ആയിരുന്നു. ആ 3 പേരും സൈക്കിളിൽ വെച്ചിട്ട് ആ സർക്കിളിൻ്റെ ഉള്ളിൽ ലൈന് തൊടാതെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ ഇറ്റ് ലുക്ക് ഈസി, ബട്ട് ഐ തിങ്ക് ഇറ്റ് റിക്വയർഡ് ലോട്ട് ഓഫ് ബാലൻസ് ആൻഡ് ലൈക്ക് കാൽക്കുലേഷൻസ് ഒക്കെ വേണ്ടി വന്നിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ വി ഓൾ നോ ദാറ്റ് ആര്യൻ ഈസ് ഓൾവേസ് ഹി ഹാസ് ഓൾവേസ് പ്രൂവ്ഡ് ഹിംസെൽഫ് ആസ് എ ഗുഡ് പെർഫോമർ. മിക്കപ്പോഴും ക്രിക്കറ്റിൽ ഓൾവേസ് ഹി കീപ്സ് വിന്നിങ് ദിസ് മാൻ ഓഫ് ദ മാച്ച്. എപ്പോഴും കിട്ടാറുണ്ട് മാൻ ഓഫ് ദ മാച്ച് ട്രോഫി. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 മിക്ക ടാസ്ക്സിലും ഹി ഈസ് മാൻ ഓഫ് ദ ടാസ്ക്സ് എന്ന് എനിക്ക് പറയാനും എല്ലാവരും അവൻ അങ്ങനെ തന്നെ വിളിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. വെൽ, കൺഗ്രാറ്റുലേഷൻസ് ടു ആര്യൻ. പിന്നെ കമ്മിങ് ടു ദി എവിക്ഷൻ സൈഡ്. എവിക്ഷനിൽ നമ്മൾ ആക്ച്വലി ലാലേട്ടൻ ഓരോ ആൾക്കാരുടെ പേര് വിളിച്ചപ്പോൾ നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ഇന്ന് ഇപ്പോൾ ആസ് ഇൻ വെൻ ഈച്ച് ഡേ ഗോസ് ബൈ എല്ലാ കണ്ടസ്റ്റൻസും ആർ ഗെറ്റിംഗ് ബെറ്റർ. എല്ലാവരും ആ ഒരു അറ്റ്മോസ്ഫിയറിൽ കംഫർട്ടബിളായി തുടങ്ങുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്ത് തുടങ്ങുന്നുണ്ട്. ദ കോമ്പറ്റീഷൻ ഇസ് ഗെറ്റിംഗ് റിയലി ഡിഫിക്കൽട്ട് ആൻഡ് എല്ലാവരും തമ്മിലുള്ളൊരു ബോണ്ടിങ്, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ടുഡേ ലാലേട്ടൻ എല്ലാവർക്കും വേണ്ട പോലത്തെ വാർണിംഗ് കൊടുത്തു ആൻഡ് വി ആർ റിയലി ഹാപ്പി ദാറ്റ് ഇനി നെവിൻ ഒറ്റയ്ക്ക് ഫുഡ് അടിച്ചു മാറ്റി കഴിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ദാറ്റ് ഇൻഫാക്ട് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വാർണിംഗ് ദാറ്റ് നെവിൻ ഗോട്ട്. കാരണം എല്ലാവരും വിഷമിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വയറ് മാത്രം ഫിൽ ചെയ്യുന്ന സമയത്ത് കാണുന്ന ആൾക്കാർക്ക് കുറച്ച് വിഷമം വരില്ലേ, നമ്മുടെ ഫേവറേറ്റ്സ് പട്ടിണി കിടക്കുക എന്നൊക്കെ ചിന്തിക്കുമ്പോൾ. അതുപോലെ തന്നെ ശൈത്യയുടെ പേര് വന്നപ്പോൾ അനുമോളുടെ ബാക്ക് ബോൺ ആണ് RJ ബിൻസിയും ശൈത്യയും. ഷീസ് ബീൻ മോസ്റ്റ് ക്ലോസ് ടു ബോത്ത് ഓഫ് ദം. അപ്പോൾ ഒരാഴ്ചയിൽ തന്നെ രണ്ടുപേരും പോവുക എന്ന് പറയുമ്പോൾ അനുമോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടാവും ഇൻ കേസ് ബിൻസി ഗോട്ട് എവിക്റ്റഡ്. പക്ഷെ ഭാഗ്യത്തിന് ഇന്ന് എവിക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാഴ്ചയിൽ തന്നെ രണ്ടുപേരൊക്കെ പോവുക എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാവരുടെയും ഫാൻസ് ഒരു വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ ബിഗ് ബോസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ആൻഡ് ഐ എം റിയലി എൻജോയിങ് ഇറ്റ്. ഓരോ ദിവസം ഇനി എന്താവും എന്ന് പറഞ്ഞിട്ട് ഐ എം ഷുവർ എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന അതേ ഫീലിംഗ് ആണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ആൻഡ് പിന്നെ അതേപോലെ അനീഷിനോടായിക്കോട്ടെ, ഷാനവാസിനോടായിക്കോട്ടെ, അക്ബറിനോടായിക്കോട്ടെ, റെന, എവ്രിബഡി, ആദില, നൂറ ആൻഡ് രേണു സുധി, വെരി ഗുഡ്. ലാലേട്ടൻ അവിടെ വെച്ചിട്ട് തന്നെ ഫോർഗിവ്നെസ് സീക്കിപ്പിച്ചത്. കാരണം അക്ബർ കുറേ റേണുവിൻ്റെ പുറകെ ഫോർഗിവ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാലം ഫോർഗിവ് ചെയ്തു എന്ന് പറയാനൊരു ബുദ്ധിമുട്ട് ആവശ്യമില്ല. ബിക്കോസ് ശരിയാണ്, ആ വാക്ക് വിളിച്ചത് ശരിയല്ല, ആരും തന്നെ അങ്ങനെ വിളിക്കാൻ പാടില്ല. പക്ഷെ കുറേ ഫോർഗിവ്നെസ്സിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടും ഇത്രയും ടൈം എടുത്തു. പക്ഷെ ലാലേട്ടൻ വന്നിട്ട് രേണു അപ്പോൾ തന്നെ ഫോർഗിവ്നെസ് കൊടുത്തത്. വി ആർ ഓൾ വെരി പ്രൗഡ് ഓഫ് രേണു ഫോർ ഡൂയിങ് ദാറ്റ് അറ്റ്ലീസ്റ്റ് നൗ. ആൻഡ് ഇനി എന്തൊക്കെ ആവാൻ പോണു, എന്തൊക്കെയാണ് ലാലേട്ടൻ പറഞ്ഞു ഈ ആഴ്ച ഇതുവരെയുള്ള ടാസ്ക്സ് പോലെ ഒന്നും ആവില്ല, വലിയ വലിയ ടാസ്ക്സ് ആണ് വരാൻ പോണേ. സ്പൈ പട്ടിക്കുട്ടി എവിടെ പോയി, സ്പൈ കുട്ടൻ എവിടെ പോയെന്ന് അറിയില്ല. സ്പൈ കുട്ടൻ എപ്പോൾ വരുമെന്ന് ഞാനും നോക്കിയിരിക്കുകയാണ്. സോ ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഹാഡ് എ ഗ്രേറ്റ് ടൈം വാച്ചിങ് ദ സ്പെഷ്യൽ എപ്പിസോഡ്. സോ ലെറ്റ്സ് ഓൾ ഹാവ് എൻ അമേസിംഗ് ടൈം വാച്ചിങ് ഇനി വരുന്ന എല്ലാ ദിവസങ്ങളും. അതുപോലെ തന്നെ വൺസ് അഗൈൻ റിമൈൻഡിങ് ഓൾ ഓഫ് യു, നിങ്ങളുടെ ഫേവറേറ്റ് ആരാണോ അവർക്ക് വേണ്ടി എല്ലാ ദിവസവും വോട്ട് ചെയ്യുക. കാരണം വോട്ട്സിലാണ് എല്ലാവരും പിടിച്ച് നിൽക്കുന്നത്. എത്ര തന്നെ നല്ലോണം പെർഫോം ചെയ്താലും, എത്ര തന്നെ എന്തൊക്കെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ മാനേജ് ചെയ്താലും, നമ്മൾ ആൾക്കാരുടെ മനസ്സിൽ ഒരു ഇടം പിടിച്ചാൽ ആൾക്കാരുടെ വോട്ട്സ് കിട്ടിയാൽ മാത്രമാണ് അവിടെ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ പറ്റുക എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ എവറിബഡി വോട്ട് ഫോർ യുവർ ഫേവറേറ്റ് ആൻഡ് ഹൂഎവർ ഇസ് ആര്യൻസ് ഫേവറേറ്റ്, പ്ലീസ് വോട്ട് ഫോർ ഹിം എവറി ഡേ. സോ ഗുഡ് നൈറ്റ്.